അമ്മൂമ്മയുടെ മക്കളെല്ലാം കഥ കേൾക്കാനായി ഓടി വന്നേ. ഇന്നൊരു നല്ല കഥ പറഞ്ഞു തരട്ടെ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണേ. അതിനു മുമ്പ് അമ്മൂമ്മയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമോ? പറയട്ടെ. ഒരു കൊക്കിൻ്റെയും ഒരു കുറുക്കൻ്റെയും കഥ പറഞ്ഞു തരട്ടെ. അവൾ കേട്ടിട്ടുണ്ടോ? ശരി, കേട്ടോളൂ. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു കൊക്കും ഒരു കുറുക്കനും താമസിച്ചിരുന്നു. അവിടെയുള്ള തടാകത്തിൽ മീനൊക്കെ പിടിച്ച് നല്ല സുന്ദരമായിട്ട് നമ്മുടെ കൊക്കമ്മാവനും, കുറുക്കനാണെങ്കിൽ എന്തു ചെയ്യും, അവിടെ മുഴുവനും അവന് വേണ്ട ഭക്ഷണങ്ങൾ കഴിച്ച് രണ്ടുപേരും ഒരിടത്ത് വൈകുന്നേരമായപ്പോൾ സന്ധിക്കും. എന്നിട്ട് രണ്ടുപേരും വളരെ സുഹൃത്തുക്കളായി അന്നന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേരും അത്ര നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. എന്നിട്ട് കുറുക്കൻ വിചാരിച്ചു, ഇന്ന് ഈ കൊക്കിനെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാം. എന്തു ചെയ്തു? കൊക്കമ്മാവാ, നീ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നോളൂ, ഞാൻ നിനക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം. ശരി ശരി സുഹൃത്തേ, ഞാൻ നിൻ്റെ വീട്ടിൽ വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്ത് ചെയ്തു? കൊക്ക് നേരെ നമ്മുടെ കുറുക്കൻ്റെ അടുത്തേക്ക് പോയി. വീട്ടിലേക്ക് പോയിട്ട് ചെന്ന് കയറിയപ്പോഴേ പായസത്തിൻ്റെ നല്ല മണം. എന്താ മണം! രുചി, വായിൽ വെള്ളമൂറി. നേരെ ചെന്ന് എന്ത് ചെയ്തു? സുഹൃത്തേ, ഞാനിതാ വന്നു കേട്ടോ, നിൻ്റെ ക്ഷണപ്രകാരം ഞാൻ വന്നിട്ടുണ്ട്, നീ എന്ത് ചെയ്യണം? വരൂ വരൂ സുഹൃത്തേ എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ വന്ന് നമ്മുടെ കൊക്കിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. കുറച്ച് നേരം രണ്ടുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്തു? കുറച്ച് പായസം എടുത്തൊരു പരന്ന പാത്രത്തിൽ രണ്ടുപേർക്കും വീഴ്ത്തി വെച്ചു. നമ്മുടെ കൊക്ക് എന്ത് ചെയ്തു? മണം സഹിക്കാൻ വയ്യ. നേരെ നീളമുള്ള കൊക്ക് ആ പാത്രത്തിലിട്ട് ഇങ്ങനെ കുടിക്കാൻ നോക്കി. പക്ഷേ പാത്രത്തിൽ പരന്ന് കിടക്കുന്ന പായസം കുടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും നമ്മളെ കൊക്കിന് കഴിയുന്നില്ല. എന്താ, എൻ്റെ സുഹൃത്തെന്നെ പറ്റിച്ചതാണോ, പറ്റിക്കുന്നതാണോ? സുഹൃത്തേ, ഞാൻ എങ്ങനെയാണ് ഈ പായസം കുടിക്കുന്നത്? എൻ്റെ കൊക്കിന് നീളമാണെന്ന് നിനക്കറിയില്ലേ? ഞാൻ ഈ പരന്ന പാത്രത്തിൽ പായസം വീഴ്ത്തിയിരുന്നാൽ എനിക്ക് കുടിക്കാനേ കഴിയില്ല. എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ എന്ത് ചെയ്തു? അത് നക്കി നക്കി അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. കൊക്ക് വിചാരിച്ചു, കുറുക്കൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിയിലെടുത്തു എന്നാണ് തോന്നണത്. നമുക്ക് യോജിച്ചവരോട് മാത്രം കൂട്ടുകൂടിയാൽ മതിയെന്ന് എല്ലാവരും എന്നെ ഉപദേശിച്ചതാണ്. എന്നിട്ടും ഇവൻ്റെ ചക്കര വാക്കിൽ ഞാൻ വീണുപോയി. സാരമില്ല എന്ന് വിചാരിച്ചിട്ട് അപമാനത്തോടു കൂടി അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ കുളത്തിൽ വന്നു. ഒന്നും അറിയാത്തതുപോലെ വീണ്ടും സംസാരിക്കാനായിട്ട് പോയി. എനിക്ക് എന്നെ പറ്റിച്ചതിനൊരു പണി കൊടുക്കണമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് നേരെ പോയിട്ട് പറഞ്ഞു, 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സുഹൃത്തേ, നീ എന്തായാലും എൻ്റെ വീട്ടിലൊന്ന് വിരുന്ന് വരാമോ? നിനക്ക് ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തരാം. അതിനെന്താ സുഹൃത്തേ, ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളെല്ലാം നമ്മുടെ കുറുക്കൻ മറന്നുപോയി. നേരെ എന്ത് ചെയ്തു? നമ്മുടെ കൊക്കിൻ്റെ വീട്ടിലേക്ക് പോയി. വെളിയിൽ നിന്ന് പോയപ്പോഴേ നല്ല മീൻ കറിയുടെ മണം. എത്ര രുചിയുള്ള മീൻ കറിയായിരിക്കും എൻ്റെ കൊക്ക് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നേരെ ചെന്നു. പഴയതുപോലെ രണ്ടുപേരും കുറച്ച് നേരം സംസാരിച്ചിരുന്നതിന് ശേഷം കൊക്ക് ക്ഷണിച്ചു, വരൂ സുഹൃത്തേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നേരെ ചെന്ന് ശരി ശരി എന്ന് പറഞ്ഞിട്ട് നാക്കം നുണച്ച് നേരെ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കൊക്ക് എന്ത് ചെയ്തെന്നറിയാമോ? അതിൻ്റെ ചുണ്ട് മാത്രം കൊള്ളുന്ന ഒരു കുഴൽ പോലത്തെ സാധനത്തിൽ നിറയെ മീൻ കറി നിറച്ചിട്ട് 2 പാത്രത്തിലായിട്ട് ഇങ്ങനെ വെച്ചു. കഴിച്ചോളൂ സുഹൃത്തേ. 4 വശത്തും നമ്മുടെ കുറുക്കൻ അങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. ഒരു രീതിക്കും അതിൻ്റെ നാക്കങ്ങോട്ട് കയറുന്നില്ല. ഞാനിപ്പോൾ എങ്ങനെയാണ് കഴിക്കുക? ഒന്നും നക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. സുഹൃത്തേ, ഇത് എങ്ങനെയാണ് ഇതെന്ന് കഴിക്കുന്നേ? അയ്യോ, ഞാൻ കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊക്ക് എന്ത് ചെയ്തു? അതിൻ്റെ ചുണ്ടകത്തോട്ടിട്ടിട്ട്
നല്ല സ്വാദോടുകൂടി മീൻ കറിയെ മുഴുവൻ കഴിച്ചു തീർത്തു. ഇത് കണ്ട് നമ്മുടെ കുറുക്കൻ എന്ത് ചെയ്തു? നാക്കും നുണച്ച് അങ്ങനെ ഇരുന്നു. എന്നിട്ട് നേരെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു, കൊക്കമ്മാവൻ പറഞ്ഞു, ഒരിക്കൽ ആരെയെങ്കിലും പറ്റിച്ചാൽ നമ്മളെയും തിരിച്ച് പറ്റിക്കാൻ ആൾ കാണുമെന്ന് നീ കരുതണമായിരുന്നു. തല താഴ്ത്തി നമ്മുടെ കൊക്കമ്മാവൻ തിരിച്ചു പോയി. നമ്മൾ ആരെയും അറിഞ്ഞുകൊണ്ട് പറ്റിക്കാൻ പാടില്ലേ? എങ്കിൽ നമുക്കെന്നായാലും അതുപോലെ നമ്മളും പറ്റിക്കപ്പെടും.